എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴക്കത്തിന്റെ കീഴിലേക്ക് പോവാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട? മുത്തേ പറയും. ഞാൻ പുതിയ കാര്യം കൂടി പറഞ്ഞാലോ? പറഞ്ഞു. അതായത് മലയാളം അല്ലാത്ത എല്ലാ കിഴിയും. മലയാളം അല്ലാത്ത എല്ലാ കിഴിയും കിട്ടുന്നവര്. ഓക്കെ, മലയാളം ഒഴികെ. ഓക്കെ, സെപ്പറേറ്റ് ഇല്ല. സെപ്പറേറ്റ് ഇല്ല. എത്രണ്ണം കിട്ടുന്നു അതൊക്കെ. ഓക്കെ ഓക്കെ. ഹെഡ് ടൈല്. ഗംഭീരം. ടൈലല്ല, ടെയിലാണല്ലേ. ഫസ്റ്റ് വൺ. ഓക്കെ. ഹരിഹര വീരമല്ലു 1-0. തെലുങ്ക് മൂവിയാണ്. പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു വലിയ സിനിമയാണ് കേട്ടോ. പക്ഷെ ആ പ്രതീക്ഷ മൊത്തം പോയി. എന്താ കാര്യം? ഈ സിനിമയുടെ റിലീസ് ഏറ്റവും കൂടുതൽ തവണ ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് ഒഫീഷ്യലി മാറ്റിയ ടീമാണ് ഇവർ. അതെ. പിന്നെ മറ്റൊന്ന്, ഇതിൻ്റെ പോസ്റ്റേഴ്സ് തീരെ ക്വാളിറ്റി ഇല്ല. അത് വേറെ എന്താവും എന്നുള്ളത് കണ്ടെന്നെ അറിയാം. എന്തായാലും പുതിയതായിട്ടുള്ള റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂൺ 12 സിനിമ റിലീസിനെത്തും. മാറ്റിയില്ലെങ്കിൽ എത്തും. മാറ്റിയാൽ പിന്നെ നോക്കണ്ടല്ലോ. എന്താണെങ്കിലും അടുത്തത്, അതായത് ഒരു യൂണിവേഴ്സിലേക്ക് ഒരാളിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ധ്രുവ നക്ഷത്രം. അത് സത്യം. അതിനേക്കാളും എനിക്ക് തോന്നുന്നു റിലീസ് ഡേറ്റ് മാറ്റിയത് ഇതല്ലേ. അതെ, അത് വരുന്നില്ല. അതെ. അഭിലാഷം സിനിമയുടെ OTT റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. മെയ് 23 ആമസോൺ പ്രൈമിൽ. ഓക്കെ, നല്ല അഭിപ്രായം ഉണ്ടായിരുന്ന സിനിമയാണ് കേട്ടോ. ഇനി OTT വരുമ്പോ അറിയാം. അഭിപ്രായം ഉണ്ടായതായിരുന്നോ അതോ ഉണ്ടാക്കിയതാണോ എന്നുള്ളത് കണ്ടറിയാം. ഈ സൈജു ഗ്രൂപ്പിന്റെ സിനിമയിലൊക്കെ ഉള്ള പ്രത്യേകത ഈ OTT വരുമ്പം വൻ അഭിപ്രായങ്ങളായിരിക്കും. അതായത് ഭരതനാട്യം ഇതേപോലെ ആയിരുന്നു. ഓക്കെ, അടുത്ത കിഴി തഗ് ലൈഫ്. കമൽ ഹാസൻ നായകനാവുന്ന സിനിമയാണ് തഗ് ലൈഫ്. സന്തോഷം. ഓക്കെ, തഗ് ലൈഫ് സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഇന്ന് 5 മണിക്ക് വരും കേട്ടോ. ഓക്കെ, ട്രailer ഡേ ആണ്. പോളി. മണിരത്നം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. കമൽ ഹാസൻ, STR, തൃഷ, അങ്ങനെ വലിയ വലിയ താരങ്ങളാണ്. അതെ, ഇത് ശരിക്കും നമുക്ക് കൂടുതലായിട്ട് ആഘോഷിക്കേണ്ട സിനിമയായിരുന്നു. ദുൽഖർ ഉണ്ടായിരുന്നെങ്കിൽ. എന്താണെങ്കിലും ഡ്യൂറേഷൻ, ട്രailer ഡ്യൂറേഷൻ 2 മിനിറ്റും 3 സെക്കൻഡും. ഓക്കെ, അപ്പോൾ 5 മണിക്ക് തന്നെ വരുമായിരിക്കൂലേ? വരുമെന്ന് വിചാരിക്കാം. ഇവന്റ് ഒക്കെ ഉണ്ട്, കണ്ടറിയാം. തമിഴാണെന്ന് വരുന്നത് കേട്ടോ. വേറെ കാര്യം കേട്ടോ. എന്താണ്? ജോജി ജോർജ് ഇല്ല ഇതില്? ഉണ്ട്. അടുത്തത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റ്. മെയ് 23 സിനിമ റിലീസിനെത്തുന്നത് കേട്ടോ. ഓക്കെ, തകർത്തോണ്ടിരിക്കട്ടോ ധ്യാനം. അയ്യോ, ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. അമീൻ ടീമില്ലേ, പൊളി. ഒരു രക്ഷയില്ല ഇന്റർവ്യൂസ്. കൊടുക്കുക വാങ്ങുക. അതെ. അടുത്ത കിഴി ബേബി ഗേൾ. ഒരു സമാധാനം. ബേബി ഗേൾ സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റില് നമ്മുടെ നിവിൻ പോളിയുടെ ലുക്ക്. ഓക്കെ, ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളൊക്കെ തീർന്ന് എന്തായാലും ആള് സജീവമായിട്ട് തന്നെ ഉണ്ട്. അതിന് പ്രശ്നങ്ങൾ ഇവർ തമ്മിലായിരുന്നില്ലല്ലേ? ശ്രീനിവാസനും ഇനി അത് പറയാം, തമ്മിലായിരുന്നു. അളിയന്മാരായിരുന്നു. അതെ, അളിയൻ ബന്ധം. അതുകൊണ്ടുണ്ടായ ചില പ്രശ്നങ്ങൾ. അടുത്തത് NTR മൂവി ദാദാ സാഹിബ് ഫാൽക്കെ ആകുന്നു. ഇത് തന്നെയല്ലേ അമീർ ഖാനും അനൗൺസ് ചെയ്തിട്ടുള്ളത്? ആൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. യെസ്, എന്താണെങ്കിലും NTRഉം ദാദാ സാഹിബ് ഫാൽക്കെ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സിനിമകൾ ബയോപിക് ഒരേ ആളുടെ വെച്ചിട്ടല്ലേ? യെസ്, കൊള്ളാം. ഓക്കെ, അടുത്ത കിഴി ഇപ്പം എത്ര? 3-1 അല്ലേ? അടുത്തത് 3-1 അല്ല, 2-1. ഹരിഹര വീരമല്ലും തഗ് ലൈഫും. 2-1 ഇപ്പം 3-1. കിങ്ഡം സിനിമയുടെ കുറച്ച് സ്റ്റീൽസ് വന്നിട്ടുണ്ട്. ഓക്കെ, സിനിമ ജൂലൈ 4 റിലീസാവും. ഗൗതം തിന്നാനുമതി സംവിധാനം. എന്താണ് മലയാളം എല്ലാം വെച്ചാൽ എത്ര മലയാളം എടുത്തു ഇപ്പൊ? അത് തിരിച്ചു വെച്ചാ തിരിച്ചു കിട്ടും. അതാണ് അടുത്തത്. ആട് 3. അടിപൊളി. സിനിമയുടെ ഷൂട്ട് പാലക്കാട് തുടങ്ങിയിട്ടുണ്ട്. ജയസൂര്യന്റെ പുതിയ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. പുതിയ ലുക്കല്ല, പഴയ പാപ്പൻ ലുക്കിലേക്ക്. എന്താണെങ്കിലും സിനിമയുടെ ബഡ്ജറ്റ് 40. അല്ലല്ലോ, പുതിയതല്ലേ? ആണോ? എന്നാ ഓക്കെ, എന്നാ പഴയതായിരിക്കും. സ്റ്റില് പുതിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് തരുന്നുണ്ട്. എന്താണെങ്കിലും 40 to 45 കോടി ബഡ്ജറ്റ് കേട്ടോ. ഓക്കെ, അടുത്ത കീഴ്
ഐ ആം ഗെയിം മലയാളമാണ്. സമാധാനമുണ്ട്. ഇപ്പൊ എത്ര? 3-1. ഓക്കെ. ഐ ആം ഗെയിമിലെ റോബ് മില്ലർ ഓക്കെ ഓൺ ബോർഡായിട്ട്, അതായത് വലിയ പ്രശസ്തനായ സ്പോർട്സ് കൊറിയോഗ്രാഫറാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ചക് ദേ ഇന്ത്യ, പിന്നെ 83, മിൽഖാ സിംഗിന്റെ 83, ജേഴ്സി, കുറെ സിനിമ പിന്നെയുണ്ടല്ലോ മൈതാൻ. അങ്ങനെ കുറെ സിനിമകളുടെ സ്പോർട്സ് ബേസിൽ വന്നിട്ടുള്ള സിനിമകളൊക്കെ. എന്താണെങ്കിലും ഇനി മലയാളത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതെ, അല്ല നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതിന് അങ്ങനത്തെ ടെക്നീഷ്യൻസ് വേണം, തീർച്ചയായിട്ടും സക്സസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അടുത്തത് DS ഇറേ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. കാണിച്ചു കൊടുക്കും. ഇത് മാസങ്ങളോളം എടുത്ത് വരച്ചതാണെന്നുള്ളതാണ് കേട്ടത്. ഡ്രോയിങ് ആണ്, ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവല്. ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ സദാശിവൻ മൂവിന്റെ ആണെങ്കിലും ഭൂതകാലത്തിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെ ഗംഭീര സാധനമായിരുന്നു. എന്തൊരു സാധനം അത്! ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി. അതാണ് ഇതെന്തായിരിക്കും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വരയുണ്ടല്ലോ, അത് കൂടും. എന്തായാലും നായകന്റെ ലുക്ക് ഇതിലുണ്ട്. നായകൻ വളരെ ശാന്തനായി കാണുന്നു. എന്തൊക്കെയോ, അതായത് മറ്റുള്ളവരെല്ലാവരും ഹൊറർ മൂഡിലാണ്, ആള് സാധാരണ പോലെയാണ്. പ്രണവിനെ ഇതിനകത്ത് മാത്രമേ ഉള്ളൂ സാധാരണയായിട്ട് കിടക്കുന്നത്, പക്ഷെ ഇവരെക്കാട്ടിലൊക്കെ ഡേഞ്ചർ ആളായിരിക്കും അത്. അതായത് ഇതൊക്കെ നേരിടുന്ന ഒരാളാണല്ലോ, മനുഷ്യൻ എന്നുള്ള രീതിയിൽ ശരിക്കും ആളായിരിക്കും. ബാക്കിയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നായികയും കാണിച്ചിട്ടുണ്ട്, നായിക ആരാന്നുള്ളത് വ്യക്തമാവുന്നില്ല. ഓക്കെ, എന്തായാലും അത്യാവശ്യം പ്രതീക്ഷയുള്ള സിനിമയാണ്. അതെ, അടുത്ത പോരട്ടെ. കമോൺ. മലയാളമല്ല, ഞാനൊരു ഹിന്ദി പിടിക്കാം. ഹിന്ദി പിന്നെ പിടിക്കാം. മലയാളം തന്നെയാണ്. ജിതിൻ ലാലേട്ടൻ കോംബോ സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി വന്നാൽ ഒരു ഗംഭീര ഫാൻ ബോയ് സംഭവം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എന്തായാലും അവർ ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഓക്കെ ആവട്ടെ. ഇത് ARMന്റെ സംവിധായകൻ ലാലേട്ടൻ്റെ കൂടെ മതിയല്ലോ. പുതിയ കാര്യങ്ങൾ, പുതിയ സംഭവങ്ങൾ, പുതിയ കാഴ്ചകൾ. എന്താണ് വാർ 2 3-2 ഒരു സമാധാനം. അയ്യോ, മെയ് 20 വാർ 2ന്റെ ടീസർ പുറത്തു വരും കേട്ടോ. ഓക്കെ, രണ്ടുപേരെയും കാണാനുള്ള ഗ്ലിംസ് വീഡിയോ ആയിട്ടാണ് വരിക. അതായത് ടീസർ എന്നുള്ള ഒഫീഷ്യൽ നെയിമിൽ വരില്ല എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ. എന്തായാലും ഹൃതിക് റോഷൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് NTR കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും ക്യാരക്ടേഴ്സിന്റെ ഇത് തന്നെയായിരിക്കും പുറത്തു വരാൻ പോണത്. അല്ലെങ്കിൽ കാബറിനെ കാണിക്കാതെ NTRന്റെ ക്യാരക്ടറിനെ ചിലപ്പോ അങ്ങനെ ആയിരിക്കും, പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത കിഴി ആകാശംലോ ഒക്കത്താര 4-2 എങ്ങനെയോ ഒന്ന് പിടിച്ചു വരുമ്പോഴത്തേക്കും. ദുൽഖർ സൽമാൻ നായകനാവുന്ന സിനിമയാണ് ആകാശംലോ ഒക്കത്താര. സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൊക്കേഷൻ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ദുൽഖർ ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതിനു ശേഷം ഐ ആം ഗെയിമിലേക്ക് വരും. അപ്പോഴേക്കും ഐ ആം ഗെയിം കുറച്ചൊക്കെ തീർന്നിട്ടുണ്ടാവും. അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയിട്ടുണ്ടാവും അല്ലേ, മൂർച്ഛിച്ചു നിൽക്കായിരിക്കും. അടുത്തത് AK-64 ലാസ്റ്റ് 2025 സിനിമേന്റെ ഷൂട്ട് ഉണ്ടാവും. അതായത് നവംബറിൽ സിനിമയുടെ ഷൂട്ട് ഉണ്ടാവും. 2026 ഏപ്രിൽ ഏപ്രിൽ മെയ് റിലീസായിട്ട് എത്തും എന്നാണ് അജിത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടിപൊളി. അപ്പൊ നവംബറിൽ ഷൂട്ട് തുടങ്ങുന്നു. അടുത്തത് അതെ, ആദിക് രവിചന്ദ്രൻ തന്നെ ആയിരിക്കും എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദിക് രവിചന്ദ്രന്റെ സിനിമകൾക്ക് ഇനി വെയിറ്റ് ചെയ്യില്ല. നമുക്ക് ചേരാത്ത സിനിമയാണ് അതുള്ളൂ കേട്ടോ. അതായത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമായിരിക്കും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അയ്യോ വേണ്ട. അപ്പൊ എന്തായാലും എനിക്കറിയാം, എന്റെ ടേസ്റ്റ് എനിക്കറിയാലോ, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഒരു കാക്ക ഫ്രൈ കഴിച്ചിട്ട് വരാം. കണ്ടോ, മിണ്ടുന്നില്ല. കിഴി നിർത്തിയപ്പോ കാക്ക മിണ്ടുന്നില്ല. കിഴി നിർത്തിയിട്ടില്ലല്ലോ. നിർത്തിയില്ലായിരുന്നു.